ചേട്ടാ തെരഞ്ഞെടുപ്പിനെ തിരക്കാന്നറിയാം. ആരാ നിങ്ങളുടെ സ്ഥാനാർത്ഥി? നമ്മളെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സന്തോഷ് കുമാറാണ്. 3 ബാച്ചിലർ ഡിഗ്രി 3 പിന്നെ PG ഡിഗ്രി ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി സന്തോഷ് കുമാർ. എമൗണ്ട് LLB ഉണ്ട്. ഇത്രയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് എന്തായാലും സ്ഥാനാർത്ഥിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. സന്തോഷ് സാറേ, ഇവിടെ ആളുകൾക്ക് തന്നെ സംശയമുണ്ട് MAയിലും BAയിലൊക്കെ എണ്ണത്തിൽ. അപ്പൊ ആരാണ്, എന്താണ് പ്രേക്ഷകരോട് പറഞ്ഞോളൂ. ഞാൻ വടക്കേയുള്ള 10ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സന്തോഷ് കുമാറാണ്. 2000 പ്രീ ഡിഗ്രി പാസ്സാവുകയും അത് 2004 ഡിഗ്രി പാസ്സാവുകയും തുടർന്ന് 3 ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനു പുറമെ 2 PG ചെയ്തിട്ടുണ്ട്. അതിനും പുറമെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുവാരക്കോണത്ത് ലോ കോളേജിൽ നിന്ന് LLM ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ പഠിക്കുക, ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടം മുഴുവനും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു വിദ്യാർത്ഥിയായിട്ടാണ് വിദ്യാഭ്യാസത്തെ ഞാൻ കാണുന്നത്. അമ്മ ഇങ്ങനെ പുറത്തോട്ട് വന്നേ അമ്മേ. ഇതിപ്പോ ഇവിടുത്തെ പിള്ളേരോടെ സ്ഥാനാർത്ഥിയെ കണ്ട് പഠിക്കണം, ഇതേപോലെ പഠിക്കണം എന്നൊക്കെ പറയേണ്ടി വരുമോ? വലിയ ബഹുമാനമാണ് നമുക്കെന്ന് പറഞ്ഞാൽ അവൻ കൊച്ചിലെ പാർട്ടി പ്രവർത്തനവും എല്ലാ കാര്യത്തിനും മുന്നിലിരുന്ന് കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് നമുക്കെല്ലാം സന്തോഷമാണ്, ജനങ്ങൾക്കും സന്തോഷമാണ്. അപ്പോൾ എന്തായാലും വാർഡിലുള്ളവർ സ്ഥാനാർത്ഥി അടുത്തറിയുന്നവർ പറയുന്നത് പഠനത്തോട് എന്ത് ആത്മാർത്ഥത കാണിക്കുന്നു അത് തന്നെ വാർഡിലെ ജനങ്ങളോടും കാണിക്കണമെന്നാണ്. അതുണ്ടാവുമല്ലോ അല്ലേ? നിശ്ചയമായിട്ടും വരുന്ന 5 വർഷം മാത്രമല്ല 5 വർഷത്തിന് കഴിഞ്ഞിരുന്നാലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും നാട്ടിലെ സകലമാന ജനങ്ങൾക്കും പ്രയോജനം ചെയ്യും. പഠിക്കുമ്പോൾ ഫ്രണ്ട് ബെഞ്ചറായിരുന്നോ ബാക്ക് ബെഞ്ചറായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ ഫ്രണ്ട് ബെഞ്ചിലിരിക്കാനും ബാക്ക് ബെഞ്ചിലിരിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് ബെഞ്ചിലിരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രേമശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.